ബീഹാറിലെ ശരത് സിറ്റിയിലാണ് 30 വയസ്സുള്ള വേദപ്രകാശ് താമസിക്കുന്നത്. അദ്ദേഹം മുനിസിപ്പൽ ഓഫീസിലെ കൗൺസിലറായിട്ടാണ് ജോലി ചെയ്തു വരുന്നത്. അതുമാത്രമല്ലാതെ ഭരണ പാർട്ടിയിലെ ഒരു അംഗം കൂടിയാണ് അയാൾ. നല്ല ജോലി, നല്ല ശമ്പളം. വേദപ്രകാശിന്റെ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് വേദപ്രകാശിനെ കാണാനായിട്ട് അഭിലാഷ എന്ന പേരിലൊരു പെൺകുട്ടി പോകുന്നു. അഭിലാഷ ഡോക്ടറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതേ നഗരത്തിൽ അഭിലാഷ ഒരു വീട് പണിയുന്നുണ്ട്. ആ വീടിന്റെ പെർമിറ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അഭിലാഷ വേദപ്രകാശിനെ കാണാനായിട്ട് പോയത്. എന്നാൽ അഭിലാഷയെ കണ്ടപാടെ പ്രകാശിന് വല്ലാത്തൊരു മോഹം തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അഭിലാഷയെ വളച്ചെടുക്കണമെന്ന് പ്രകാശ് തീരുമാനിച്ചു. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷയുടെ വീടിന്റെ പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകാശ് ചെയ്തു കൊടുക്കുകയാണ് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ. വീടിന്റെ പെർമിറ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞുവെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും സംസാരം തുടരുകയും ചെയ്തു. അതായത് ഇവർ രണ്ടുപേരും കൂടുതലായിട്ട് അടുക്കുകയായിരുന്നു. വേദപ്രകാശിന് നല്ലൊരു ജോലിയുണ്ട്. അയാൾ ഒരു കൗൺസിലറാണ്. അത് മാത്രമല്ലാതെ അഭിലാഷ ആയിക്കോട്ടെ ഡോക്ടർ ആവാനായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ്. അഭിലാഷ തനിച്ച് ഒരു വാടക വീടെടുത്താണ് ഈ ഒരു നഗരത്തിൽ താമസിക്കുന്നത്. അഭിലാഷയുടെ വീട്ടുകാരെല്ലാം തന്നെ ഒരു ഉൾഗ്രാമത്തിലാണ്. എന്തായാലും ഇവർ തമ്മിലുള്ള പ്രണയം അതിശക്തമായി തന്നെ മുന്നോട്ട് പോയി. ആ ഒരു പ്രണയം ശാരീരിക ബന്ധത്തിലേക്ക് പോലും ഇവരെ നയിച്ചു. വേദപ്രകാശ് ഇടയ്ക്കിടയ്ക്ക് അഭിലാഷയെ കാണാനായിട്ട് അഭിലാഷയുടെ വാടക വീട്ടിലേക്ക് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായി തുടങ്ങിയത്. ആദ്യമെല്ലാം തന്നെ പ്രകാശാണ് അഭിലാഷയെ തേടിയിട്ട് അഭിലാഷയുടെ വീട്ടിലേക്ക് പോയിരുന്നത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് അഭിലാഷ പ്രകാശിനെ തേടിയിട്ട് പ്രകാശ പറയുന്ന സ്ഥലത്തേക്ക് എല്ലാം തന്നെ പോയി തുടങ്ങി. അഭിലാഷ ഇത്തരത്തിൽ പ്രകാശിനെ തേടി പോകാനുള്ള കാരണം എന്തായാലും പ്രകാശ് തൻ്റെ ഭർത്താവ് ആവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നേരത്തെ ആയിക്കൂടാ ഈ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് അഭിലാഷ പ്രകാശിന്റെ പുറകിൽ പോകാനുള്ള കാരണം. എന്നാൽ ഇതേ സമയത്ത് അഭിലാഷയുടെ വീട്ടിൽ അഭിലാഷയ്ക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനകളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. വീട്ടുകാർ കൊണ്ടുവന്ന വിവാഹാലോചനകളെല്ലാം തന്നെ അഭിലാഷ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. കാരണം ഇപ്പുറത്ത് വേദപ്രകാശ് തനിക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു അഭിലാഷയ്ക്ക്. വിവാഹം കഴിക്കണം എന്ന വീട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ അവസാനം അഭിലാഷ വേദപ്രകാശിനോട് കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല പ്രഷറുണ്ട്. എന്തായാലും നീയും നിൻ്റെ വീട്ടുകാരോട് നമ്മുടെ ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യം പറ. നമ്മൾക്ക് വളരെ വേഗത്തിൽ വിവാഹം കഴിക്കാമെന്ന് അഭിലാഷ വേദപ്രകാശിനോട് പറയുകയാണ്. ഇത് കേട്ടപാടെ വേദപ്രകാശ് ആദ്യമെല്ലാം തന്നെ അയ്യോ ഇത്ര പെട്ടെന്നൊക്കെ എങ്ങനെ വിവാഹം കഴിക്കുക എന്നെല്ലാം തന്നെ പറഞ്ഞ് ഓരോരോ ഒഴിവ് കഴിവുകളെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. വിവാഹത്തിന്റെ കാര്യത്തിൽ പ്രകാശ് തടസ്സം പറഞ്ഞു എങ്കിലും അഭിലാഷയുടെ വീട്ടിൽ പോകാനും അഭിലാഷയുമായിട്ട് ശാരീരിക ബന്ധം തുടരാനും അവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി അഭിലാഷയുടെ വീട്ടുകാർ അഭിലാഷയെ വിളിക്കുകയാണ്. വിളിച്ച പാടെ അവർ പറഞ്ഞത് നിനക്കിപ്പോൾ 27 വയസ്സായി, നീ പല കാരണങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ എല്ലാം തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. ഇനി അങ്ങനെ ഒഴിവാവാൻ പറ്റില്ല. തീർച്ചയായിട്ടും നീ വളരെ വേഗത്തിൽ വിവാഹം കഴിച്ചേ പറ്റൂ. ഇങ്ങനെ വീണ്ടും വലിയ രീതിയിൽ അഭിലാഷയുടെ വീട്ടുകാർ അഭിലാഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അഭിലാഷ അങ്ങോട്ട് കയറി ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഒരാളിനെ ഇഷ്ടമാണ്. പ്രകാശ് എന്നാണ് അയാളുടെ പേര്. ഇവിടെ മുനിസിപ്പാലിറ്റി ഓഫീസിലുള്ള കൗൺസിലറാണ്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവന് അതേപോലെ തന്നെ തിരിച്ച് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അഭിലാഷ വീട്ടുകാരോട് പറഞ്ഞു. അഭിലാഷ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ട് ആ വീട്ടുകാർ എതിർപ്പൊന്നും തന്നെ പറഞ്ഞില്ല. അവർ വിവാഹത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത്. വിവാഹത്തിന് സമ്മതിച്ച വീട്ടുകാർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ നിനക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചോ, പക്ഷേ 1 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കണം. അതെന്തായാലും ഞങ്ങൾക്ക് നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്തു. വീട്ടുകാർ ഫോൺ കട്ട് ചെയ്ത ശേഷം അഭിലാഷ നേരെ പ്രകാശിനെ വിളിച്ചു. പ്രകാശിനെ വിളിച്ചിട്ട് അഭിലാഷ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നോട് വിവാഹം കഴിക്കാനായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്ന സമയത്ത് ഞാൻ നമ്മളുടെ ബന്ധത്തിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. എന്തായാലും നമ്മളുടെ ബന്ധത്തിന് അവർ എതിർപ്പൊന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന്. നമ്മൾക്ക് എന്തായാലും ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് അഭിലാഷ വേദപ്രകാശിനെ വല്ലാതെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. മറ്റു വഴിയൊന്നും ഇല്ലാതെ അവസാനം വേദപ്രകാശ് അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് പ്രകാശ് അഭിലാഷയോട് പറഞ്ഞത് നമ്മൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നാണ്. ഇത് കേട്ടപ്പോൾ അഭിലാഷ എതിർപ്പൊന്നും തന്നെ പറഞ്ഞില്ല. പ്രകാശ് സമ്മതിച്ചില്ല എന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ. അങ്ങനെ ജൂൺ 29-ാം തീയതി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രണ്ടുപേരും രജിസ്റ്റർ ചെയ്യാമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർ തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം അഭിലാഷ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം തന്നെ വീട്ടുകാർ എതിർപ്പ് പറഞ്ഞു എങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരാമെന്നാണ് അഭിലാഷ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. വിവാഹത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അഭിലാഷ കയ്യിൽ മെഹന്തി ഇടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വന്നു. അതുമാത്രമല്ലാതെ അഭിലാഷ പ്രകാശിനെയും
കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. രണ്ടുപേർക്കും വേണ്ട ഡ്രസ്സെല്ലാം തന്നെ രണ്ടുപേരും ചേർന്ന് സെലക്ട് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനിടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജൂൺ 29 തീയതി എത്തി. കൃത്യം രാവിലെ 10 മണിക്ക് തന്നെ അഭിലാഷ റെഡി ആയിട്ട് രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിലെത്തി. അഭിലാഷ ഒറ്റയ്ക്കായിരുന്നില്ല, അഭിലാഷയുടെ 6 സുഹൃത്തുക്കളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് സാക്ഷി ഒപ്പിടാൻ ആളുകൾ വേണമല്ലോ. അഭിലാഷയും 6 സുഹൃത്തുക്കളും മൊത്തത്തിൽ 7 പേർ വേദപ്രകാശിനെയും കാത്തിട്ട് രജിസ്റ്റർ ഓഫീസിൽ ഇരിക്കുകയാണ്. പറഞ്ഞു വെച്ച സമയമായിട്ടും വേദപ്രകാശ് ഓഫീസിലേക്ക് എത്തിയില്ല. പല തവണ അഭിലാഷ വേദപ്രകാശിനെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ വേദപ്രകാശിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അഭിലാഷ വല്ലാതെ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് അഭിലാഷയുടെ സുഹൃത്തുക്കളും ഇത്തരത്തിൽ അവരവരുടെ ഫോണുകളിൽ നിന്നെല്ലാം തന്നെ വേദപ്രകാശിനെ വിളിക്കാനായി തുടങ്ങി. പക്ഷേ ആരൊക്കെ വിളിച്ചിട്ടും ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നില്ല. ആ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. തുടർന്ന് മണിക്കൂറുകൾ മുന്നോട്ട് പോകാനായി തുടങ്ങി. 11 മണിയായി, 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണിയായി. അങ്ങനെ അവസാനം അഭിലാഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, വേദപ്രകാശ് തന്നെ പറ്റിക്കുകയാണ് എന്ന്. പ്രകാശിന് തൻ്റെ ശരീരം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം അവസാനമാണ് അഭിലാഷ തിരിച്ചറിഞ്ഞത്. കാര്യത്തിൻ്റെ സത്യാവസ്ഥ അഭിലാഷ മനസ്സിലാക്കിയെങ്കിലും അവർക്കത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫീസിന് മുന്നിൽ വെച്ച് അഭിലാഷ പൊട്ടിക്കരയാനായി തുടങ്ങി. അഭിലാഷയുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ അവരെ പല രീതിയിൽ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അഭിലാഷയ്ക്ക് സമാധാനം ലഭിക്കുമായിരുന്നില്ല. കാരണം അത്രയും വലിയൊരു ചതിയാണ് അഭിലാഷയോട് പ്രകാശ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിലാഷയുടെ ചില സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കാം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അഭിലാഷയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു. അതെ, അഭിലാഷ അവരുടെ മനസ്സിൽ പ്രകാശിനുള്ള ശിക്ഷയെല്ലാം തന്നെ വിധിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 29 തീയതി അങ്ങനെ അവസാനിച്ചു. തൊട്ടടുത്ത ദിവസം ജൂൺ 30 തീയതി രാവിലെ തന്നെ അഭിലാഷ പ്രകാശിനെ ഫോണിൽ വിളിച്ചു. ആ സമയത്തും പ്രകാശിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. ആ ഒരു ദിവസം തീരുന്നത് വരെയും അഭിലാഷ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജൂലൈ 1 തീയതി രാവിലെ തന്നെ അഭിലാഷ വീണ്ടും പ്രകാശിനെ വിളിച്ചു. ആ സമയത്ത് പ്രകാശിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ 2 തവണ റിങ് ചെയ്തപ്പോൾ തന്നെ പ്രകാശ് ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത പാടെ പ്രകാശ് അഭിലാഷയോട് പറഞ്ഞത്, എന്നോട് ക്ഷമിക്ക്, എനിക്ക് ആ ഒരു ദിവസം എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല, നിന്നെ പറ്റിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും എനിക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രകാശ് അഭിലാഷയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രകാശ് പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അഭിലാഷയുടെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും പ്രതികാരവും എല്ലാം തന്നെ വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. എങ്കിലും അഭിലാഷ് അത് വെളിയിൽ കാണിച്ചില്ല. അതായത് പ്രകാശിനോട് ക്ഷമിച്ച രീതിയിലാണ് അഭിലാഷ പിന്നീട് അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഭിലാഷ പ്രകാശിനോട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാതെ മിസ് ചെയ്യുന്നു നിന്നെ, എനിക്ക് നിന്നെ കാണാനായിട്ട് തോന്നുന്നു, നീ വളരെ വേഗത്തിൽ എൻ്റെ വീട്ടിലേക്ക് വാ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് നിന്നെ കാണാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അഭിലാഷ പ്രകാശിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ടപാടെ അഭിലാഷ തന്നോട് ക്ഷമിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രകാശ് വളരെ വേഗത്തിൽ അഭിലാഷയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പ്രകാശ് അഭിലാഷയുടെ വീട്ടിലെത്തിയ സമയത്ത് ആ വീട്ടിൽ അഭിലാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിലാഷയെ കണ്ട പാടെ പ്രകാശ് ഓടിച്ചെന്നിട്ട് അഭിലാഷയെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ തമ്മിലുള്ള ആ ഒരു കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ പ്രകാശ് അഭിലാഷയെ കണ്ട പാടെ ശാരീരിക ബന്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. എന്തായാലും അഭിലാഷ എതിർപ്പൊന്നും തന്നെ പ്രകടിപ്പിച്ചില്ല. പ്രകാശിന്റെ രീതിക്കനുസരിച്ച് അഭിലാഷയെ നിന്നുകൊടുത്തു. ഇവരിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അഭിലാഷ പെട്ടെന്ന് പ്രകാശിനെ ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അതായത് മുമ്പെല്ലാം തന്നെ ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബാത്റൂമിനുള്ളിൽ വെച്ച് ഇവർക്കിങ്ങനെ ഉള്ള രീതിയെല്ലാം തന്നെ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രകാശിനെ ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോൾ പ്രകാശ് വിചാരിച്ചത് ആ രീതിയിൽ ചെയ്യാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രകാശ് തൻ്റെ ഡ്രസ്സെല്ലാം തന്നെ അഴിച്ചിട്ട് അതിന് തയ്യാറെടുത്തിട്ടാണ് ബാത്റൂമിനുള്ളിലേക്ക് കയറിപ്പോയത്. ബാത്റൂമിനുള്ളിൽ എത്തിയ പാടെ അഭിലാഷ പ്രകാശിനെ കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ ആ ഒരു രീതിയെല്ലാം തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അഭിലാഷ പ്രകാശിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ചിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന കത്തി എടുത്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു കാര്യം അഭിലാഷ വളരെ പെട്ടെന്നാണ് ചെയ്തത്. അതായത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു സമയം പോലും പ്രകാശിന് അഭിലാഷ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റുക മാത്രമല്ല കേട്ടോ അഭിലാഷ ചെയ്തത്. ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ഭാഗം ആ ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തു. അതായത് ആ ഒരു മുറിഞ്ഞ തുണ്ടിൻ്റെ ഭാഗം കിട്ടിയതാണെങ്കിൽ ഒരു പക്ഷേ അവനെ വീണ്ടും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അഭിലാഷ് ഇത്തരത്തിൽ ആ ഒരു അതിനുള്ളിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞത്.
എന്തായാലും വേദന സഹിക്കാൻ കഴിയാതെ വേദപ്രകാശ് നിലവിളിച്ച് കരയാനായി തുടങ്ങി. പ്രകാശ് ഇത്തരത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബ്ലഡ് ഒരുപാട് ഇത്തരത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ പ്രകാശിന് മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അഭിലാഷ വേഗം ഒരു മരുന്നെല്ലാം തന്നെ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ബ്ലഡ് വരുന്നത് നിൽക്കാനായിട്ട്. ആ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ട് തന്നെ പ്രകാശിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ബ്ലഡ് വരുന്നതെല്ലാം തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിൽ അഭിലാഷ് തന്നെ പ്രകാശിൻ്റെ ഡ്രസ്സെല്ലാം തന്നെ അവനെ ധരിപ്പിച്ചിട്ട് അവനെ ബെഡിലിരുത്തിയ ശേഷം അഭിലാഷ ഫോണിൽ പോലീസിനെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുകയും വളരെ വേഗത്തിൽ പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പോലീസുകാർ അഭിലാഷയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച, ബെഡിൽ ഇത്തരത്തിൽ പ്രകാശ് ഇരിക്കുന്നുണ്ട്. വല്ലാതെ കരഞ്ഞിട്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. ആ ബെഡ് മൊത്തം ബ്ലഡാണ്. ആ ഒരു റൂമിൻ്റെ സൈഡിലായിട്ട് അഭിലാഷ നിൽക്കുന്നുമുണ്ട്. പോലീസുകാർ ഇത്തരത്തിൽ അഭിലാഷയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആംബുലൻസിനെയും വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസും വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ പ്രകാശിനെ താങ്ങിയെടുത്തിട്ട് ആംബുലൻസിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് അഭിലാഷ് തന്നെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഈ ഒരു പ്രൈവറ്റ് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം അവനെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് എന്ന്. സോ പോലീസുകാരും ആ ഒരു ആംബുലൻസിൽ വന്ന നേഴ്സും വളരെ കെയർഫുള്ളായിട്ട് പ്രകാശിനെ പൊക്കിക്കൊണ്ട് ആംബുലൻസിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും പ്രകാശിന് ട്രീറ്റ്മെൻറ്റ് തുടർന്ന് ലഭിക്കുകയും ചെയ്തു. പ്രകാശിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞു കേട്ടോ. അതായത് പ്രകാശിൻ്റെ കട്ട് ചെയ്ത് പോയ ആ ഒരു ഭാഗം തിരിച്ചൊരിക്കലും ഇനി ആ ഭാഗത്തേക്ക് വെക്കാനായിട്ട് കഴിയില്ല. കാരണം ആ ഒരു ഭാഗം ഇല്ലല്ലോ, അതിപ്പോൾ സെപ്റ്റി ടാങ്കിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ പഴയ രീതിയിലായിരിക്കില്ല, പക്ഷേ മുറിവെല്ലാം തന്നെ ഉണക്കാൻ പറ്റും, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തുടർന്ന് പോലീസുകാർ അഭിലാഷയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിട്ട് അഭിലാഷയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നെല്ലാം തന്നെ. സോ അഭിലാഷ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, പക്ഷേ അവൻ എന്നെ ചതിച്ചു. അവൻ കാരണം 2 തവണ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങൾ ഒഴിവാക്കി കളഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹ സമയത്ത് അവനിങ്ങനെ വന്നില്ല, എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരിക്കലും അവൻ ഈ ഒരു കാര്യം മറ്റൊരു സ്ത്രീയോടും ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് അഭിലാഷ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്. അഭിലാഷ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച സമയത്ത് അതെല്ലാം തന്നെ സത്യമാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അത് മാത്രമല്ലാതെ ഈ പറയുന്ന വേദപ്രകാശിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ എന്ന്. അവനും അതെല്ലാം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അഭിലാഷയുടെ ഭാഗത്താണ് 100% ശരി എന്ന് പോലീസുകാർക്ക് അറിയാമെങ്കിലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറ്റം ചെയ്തത് അഭിലാഷയാണ്, അതായത് ബാധിക്കപ്പെട്ടയാളാണ് ഈ പറയുന്ന പ്രകാശ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിലാഷ ഇപ്പോൾ ജയിലിലാണ്. അഭിലാഷയ്ക്ക് എന്ത് ശിക്ഷയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിധിയൊന്നും തന്നെ വെളിയിൽ വന്നിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്, അഭിലാഷ വേദപ്രകാശിനോട് ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ 100% ഇതാണ് ശരി. കാരണം അഭിലാഷ ചെയ്യുന്ന പോലെ ഇത്തരത്തിൽ ചതിക്കുന്ന ഓരോ ആളുകളെയും ഓരോ പെൺകുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള പ്രവർത്തികൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.